ബേസ് ഞാൻ കുറച്ച് പറയാം, അത് ഫുള്ള് പറഞ്ഞാൽ നേരം ഉണ്ടാവില്ല. അതിന്റെ ഏകദേശം അത്യാവശ്യം കാര്യം ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാന്നതിനെ കുറിച്ച് പറയാം. അപ്പൊ അതിൽ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ശരീരത്തിനെ നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ നമ്മൾ മനസ്സിന് എന്താണ് ചെയ്യാന്നുള്ളത് നമുക്കറിയാം. ആരോഗ്യം സംരക്ഷിക്കാൻ മരുന്ന് കഴിക്കണം, അങ്ങനെയുള്ള കാര്യം നമുക്കറിയാം. ശരീരം ശുദ്ധി വരുത്തണം, കുളിക്കണം എന്നൊക്കെ നമുക്കറിയാം. മനസ്സിന് ശുദ്ധി വരുത്താൻ എന്താ ചെയ്യാന്നുള്ളത് അറിയും. ഓക്കെ, അതായത് മെഡിറ്റേഷൻ ആണ് ഫസ്റ്റത്തെ സംഭവം. മൈൻഡ്ഫുൾനെസ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് പോസിറ്റീവ് കാര്യങ്ങൾ നിറയ്ക്കുക, അതായത് നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളില് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന സംഭവം. ഇത് എൻ്റെ അനുഭവത്തില് ഇഷ്ടംപോലെ കാര്യങ്ങൾ നടന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ എനിക്ക് വിചാരിക്കും അത് സാധാരണ പറഞ്ഞു പോകുന്ന സംഭവമല്ലേ, യൂട്യൂബിലത്തെ സംഭവമല്ലേ എന്ന് വിചാരിക്കും. ഞാൻ യൂട്യൂബിൽ നിന്ന് വിട്ട് പൈസ ചെലവാക്കി പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിന്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളില് ഏറ്റവും ആദ്യം നമ്മുടെ മൈൻഡ് ക്ലിയർ ചെയ്യണം. മനസ്സ് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ സംഭവം. നമ്മൾ പൈസ വരാനുള്ള വഴിയും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകാനുള്ള വഴിയും ഈ മൈൻഡ് തന്നെയാണ്. അപ്പൊ അതിന് നമുക്ക് ബോധമനസ്സ്, ഉപബോധ മനസ്സ് എന്ന സംഭവമുണ്ട്. അപ്പൊ നമുക്ക് ബോധമനസ്സ് കഴിഞ്ഞ ആഴ്ചയില് 1-2 പേരാണേലേ ഉള്ളൂ. അപ്പൊ എന്നാലും ഞാനത് കുറച്ച് പറയാം. ബോധമനസ്സ്, ഉപബോധ മനസ്സ്. ബോധ മനസ്സാണ് നമ്മുടെ കാര്യങ്ങള്, അതായത് നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യണത് ബോധ മനസ്സിലാണ്. പക്ഷെ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് പ്രസന്റ് സിറ്റുവേഷൻ, അതായത് ആൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഉപബോധ മനസ്സിന് നമ്മൾ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അവന് ചിന്തിക്കില്ല. ഞാൻ ഇപ്പൊ കാശുകാരനാണെന്ന് പറഞ്ഞാൽ ബോധ മനസ്സിന് അറിയാം നമ്മൾ കാശുകാരനല്ലാന്ന്, പക്ഷെ ഉപബോധ മനസ്സിന് അറിയില്ല നമ്മൾ കാശുകാരനല്ലാന്നത്. അപ്പൊ നമ്മൾ എന്ത് വേണം? ആ ഒരു മൈൻഡ് നമ്മുടെ ഉള്ളിൽ വരുത്തണം. അപ്പൊ ഇപ്പൊ ഇവിടെ ഉള്ളത് എത്ര പേരാണ് അവിടെ ഉള്ളത്? അവര് അടുത്ത ദിവസം മുതലേ, അതായത് ഇന്ന് മുതലേ കോടീശ്വരന്മാരുടെ മൈൻഡ് സെറ്റായി മാറണം. അതായത് നമുക്ക് കോടീശ്വരന്മാരെ എങ്ങനെ ചിന്തിക്കും? കാശ് വർദ്ധിപ്പിക്കാൻ ചിന്തിക്കും. നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? കാശ് ഇല്ലോ എന്നുള്ള ചിന്തയാണ് അല്ല. ഇതിന് രണ്ടും നമ്മൾ വ്യത്യാസം. അതായത് നമ്മുടെ ചിന്ത എപ്പോഴും നാളേക്ക് എങ്ങനെ കാശ് കിട്ടും എന്നുള്ള ചിന്തയാണ്. പക്ഷെ കോടീശ്വരന്മാർക്ക് അങ്ങനെ ചിന്തയില്ല. കിട്ടിയ കാശ് എങ്ങനെ വർദ്ധിപ്പിക്കാന്ന് മാത്രം ചിന്തിക്കാറ്. ആ ചിന്തയാണ് നമ്മുടെ കോടീശ്വരന്മാരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്.